ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ പിറന്നാൾ ദിവസം ഓർത്തു വെച്ച് സച്ചിയും രേവതിയും അത് ആഘോഷിക്കുകയാണ്. അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും ആ പിറന്നാൾ ദിവസം മറന്നുവെങ്കിലും സച്ചിയും രേവതിയുമാണ് അത് ഓർത്തെടുത്ത് എല്ലാവരെയും അറിയിക്കുന്നതൊക്കെ. അത് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. താൻ വെറുക്കപ്പെടുന്നൊരു മകൻ തന്നെയാണ് തൻ്റെ ആയൊരു ആഗ്രഹം സാധിച്ചു തന്നതെന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരുപാട് സന്തോഷം വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ഈ ഒരു കാര്യം അറിയുന്നത്, ചന്ദ്രയുടെ പിറന്നാളാണെന്നുള്ളത്. അപ്പൊ ശ്രുതി മീരയുടെ കയ്യിൽ ഒരു വലിയൊരു മാല സമ്മാനമായിട്ട് കൊടുത്തിട്ട്, നീ ഇത് കൊണ്ട് ആൻറ്റിക്ക് കൊടുക്കണം, ഞാൻ തന്നതാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് മീര സമ്മതിക്കുന്നൊന്നുമില്ല. പക്ഷെ അവൾ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുഹൂർത്തത്തിൽ തന്നെയാണ് മീര വരുന്നത്. മീരയെ നല്ല രീതിയിൽ ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട്, നിന്നോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ശ്രുതി കൊടുത്ത ആ ഓർണമെന്റ്സ് അവിടെ വെച്ചിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ അതെടുത്തിട്ട് അവൾ പോയതിന് ശേഷം അതെടുത്തിട്ട് ചന്ദ്ര ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇത് നിന്റെ ഭാര്യയ്ക്ക് തന്നെ നീ തിരിച്ചു കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ മീരയ്ക്ക് തന്നെ കൊടുത്തു, അവളുടെ ഒരു സമ്മാനം എന്നും പറഞ്ഞിട്ട് അത് ശ്രുതിയെ ഏൽപ്പിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആ സ്വർണം കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ്. എന്തായാലും ആരും അറിയാതെ, അമ്മയറിയാതെ ഈ സ്വർണം കൊണ്ട് പണയം വെച്ച് ഒരു 1.5 ലക്ഷം രൂപ പൈസ എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അതും കൊണ്ട് നേരെ ബാങ്കിലോട്ട് പോവുകയാണ് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്വർണം അവിടെ കൊടുക്കുമ്പോൾ അയാൾ ആ സ്വർണം നന്നായി നോക്കുന്നുണ്ട്. പക്ഷെ അസല് മുക്കുവണ്ടമായതുകൊണ്ട് തന്നെ അത് ഉരച്ചു നോക്കിയതിന് ശേഷം ശ്രുതി അറിയാതെ പോലീസിനെ വിളിക്കുകയാണ് ബാങ്കിൽ. അങ്ങനെ പോലീസ് വന്നിട്ട് ശ്രുതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് മുക്കുപണ്ടം പണയം വെച്ചതിൻ്റെ പേരിൽ, പണയം വെക്കാൻ വന്നതിൻ്റെ പേരിൽ. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിലും കള്ളു കുടിച്ചിട്ട് രാത്രി വരികയാണ്. രേവതി അവിടെ ഇങ്ങനെ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നേരെ വരുന്നത് അമ്മയുടെ അരികിലേക്കാണ്, ചന്ദ്രയുടെ അരികിലേക്ക്. അമ്മ എൻ്റെ മുത്താണ്, ഇത്രയും സുന്ദരിയായ ഒരു അമ്മ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ ഇങ്ങനെ മയക്കെടുക്കുന്നുണ്ട്. എന്തായാലും സച്ചി നമ്മുടെ ചന്ദ്ര അവിടെ വേഗം വന്ന് വീഴുകയാണ് ഇവന്റെ തള്ളിയിൽ. അപ്പോൾ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. ആ സോഫയിൽ സച്ചിയും അവിടെ നിലത്ത് വീഴുകയാണ്. ചന്ദ്രയുടെ മടിയിൽ തല വെച്ചിട്ട് സച്ചി അങ്ങനെ കിടക്കുകയാണ്. എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്ര അവൻ്റെ തലമുടിയിലൂടെ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാഴ്ച കണ്ട് രേവതിക്ക് കണ്ണ് തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിലൊക്കെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.